ഹായ് ഹലോ അസ്സാം വലൈക്കും. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് പാൻറ്റാണ്, യൂണിഫോം പാൻറ്റാണ് കേട്ടോ. അപ്പോൾ തുണി നാലായിട്ട് മടക്കിയിട്ട് കറക്റ്റ് ചെയ്തിട്ട് നമുക്കൊരു ലൈന് കൊടുക്കാം. എന്നിട്ട് അവിടെ നിന്നാണ് നമ്മൾ അതിൻ്റെ ലെങ്ത്ത് നോക്കുന്നത്. ലെങ്ത്ത് നമുക്ക് എത്രയാണോ വേണ്ടത് ആ ലെങ്ത്ത് നമ്മൾ അടയാളപ്പെടുത്തുക. പിന്നെ നമുക്ക് ഫുൾ ലെങ്ത്ത് നമ്മുടെ പാൻറ്റിൽ കിട്ടുവാണെങ്കിൽ അതങ്ങനെ കൊടുക്കാം. അതല്ലെങ്കിൽ 2 ഇഞ്ച്, ഇപ്പോൾ ഞാൻ കാണിച്ചത് 2 ഇഞ്ച്, അത് ബെൽറ്റിന് വേണ്ടിയിട്ടാണ്, നമ്മുടെ അലാസ്റ്റിക് ഇടുന്ന ഭാഗത്ത്. അപ്പോൾ നമുക്ക് അങ്ങനെ അടയാളം കിട്ടുമെന്ന് നോക്കാം. നമുക്ക് ഫസ്റ്റ് 2 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ട് ഇത് നമുക്ക് 2 പാൻറ്റിനുള്ള തുണിയാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെ കിട്ടത്തില്ല. അതുകൊണ്ട് നമുക്ക് സൈഡിൽ നിന്ന് 2 ഇഞ്ച് നമുക്ക് അങ്ങനെ കൊടുക്കേണ്ടി വരും, വെച്ച് കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഞാനിത് 2 ഇഞ്ച് കുറച്ച് 1.5 ഇഞ്ച് ആഡ് ചെയ്ത് അതിലോട്ട് 1/2 ഇഞ്ചും കൂടി ആഡ് ചെയ്താൽ അങ്ങനെ 2 ഇഞ്ച് ആഡ് ചെയ്തിട്ട് നമുക്ക് 34 ഇഞ്ചാണ് വേണ്ടതെങ്കിൽ 36.5 ഇഞ്ചിൽ അല്ലെങ്കിൽ 37 ഇഞ്ചിൽ ലെങ്ത്ത് കൊടുത്തിട്ടാണ് ചെയ്യുന്നത്. ഇനി നമ്മുടെ ഹിപ്പിൻ്റെ അളവ് 34 ഇഞ്ചാണ്. അപ്പോൾ 34ൻ്റെ പകുതി 17, 17ൻ്റെ പകുതി എത്രയാണ്? 8.5. ഓക്കെ, അപ്പോൾ ആ 8.5 നമ്മൾ അടയാളപ്പെടുത്തുക. 8.5 നമ്മൾ അടയാളപ്പെടുത്തുക. then അതിലോട്ട് ഒരു 2-2.5 ഇഞ്ചോ നമുക്ക് ലൂസ് കൊടുത്തിട്ട്, അതായത് നമുക്കതിൽ തയ്യൽ തുമ്പും വരണം ലൂസും വരണം. അപ്പോൾ അതിനനുസരിച്ച് 2 അല്ലെങ്കിൽ 2.5 ഇഞ്ചോ അടയാളപ്പെടുത്തിയിട്ട് താഴോട്ടും അതുപോലെ തന്നെ ഇവിടുത്തെ അടയാളപ്പെടുത്തുക. ഇനി നമ്മൾക്ക് ക്രോച്ച് ഏരിയയിലോട്ട് 12 ഇഞ്ചാണ് അടയാളപ്പെടുത്തുന്നത്. ബാക്കി 2 ഇഞ്ച് നമുക്ക് മുകളിലോട്ട് നമ്മൾ ബെൽറ്റ് വെക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ അലാസ്റ്റിക് വെക്കുമ്പോൾ അത് 2 ഇഞ്ച് മുകളിലോട്ട് വരും. അങ്ങനെ ടോട്ടൽ 14 ഇഞ്ചാണ്. ഇപ്പോൾ നമ്മളിവിടെ 12 ഇഞ്ച് അടയാളപ്പെടുത്തി. എന്നിട്ട് അളവ് കറക്റ്റാക്കിയിട്ട് അടയാളപ്പെടുത്തി കൊടുക്കുക. then അതിലോട്ട് ലൈൻ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി 2 ഇഞ്ച് മുന്നോട്ട് നമ്മൾ വരച്ചു കൊടുക്കണം. അവിടുന്ന് 2 ഇഞ്ച് മുന്നോട്ടേക്ക്. then ഇനി ഷേപ്പ് ചെയ്ത് കർവ് വെച്ചിട്ട് കർവ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ലെങ്ത്ത് എത്രയാണോ വേണ്ടത് ആ ലെങ്ത്തിൻ്റെ അവിടെ നമുക്ക് തയ്യൽ തുമ്പും അടക്കം നമ്മളത് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇനി യൂണിഫോമിൻ്റെ പാൻറ്റാണ്, അതുകൊണ്ട് തന്നെ വല്ലാതെ വിടുത്ത് നമുക്ക് ആവശ്യമില്ല. ഒരു 6 ഇഞ്ചൊക്കെയാണ് നമുക്ക് വിടുത്ത് വേണ്ടത് താഴോട്ട്. അപ്പോൾ അതിലോട്ടൊരു 1.5 ഇഞ്ചും കൂടി തയ്യൽ തുമ്പ് കൊടുത്ത് 7.5 ഇഞ്ച് അടയാളപ്പെടുത്തുക.
ഇനി നമുക്ക് സ്കെയിൽ വെച്ചിട്ട് നമ്മുടെ ക്രോച്ച് ഏരിയൻ്റെ ആ ഭാഗത്ത് നിന്ന് താഴോട്ട് ഷേപ്പ് ചെയ്തിട്ട് വരച്ചു കൊടുക്കുക കേട്ടോ. ഈ ഒരു സ്കെയിൽ നല്ല യൂസ്ഫുള്ളാണ്. അപ്പോൾ ബിഗിനേഴ്സിനൊക്കെ ഈസി ആയിട്ട് വരക്കാൻ പറ്റുന്ന ഒരു സ്കെയിലും കൂടിയാണ് കേട്ടോ ഇത്. അപ്പോൾ ഇത് വാങ്ങിച്ചാൽ കറക്റ്റായിട്ട് നമുക്ക് വരക്കാൻ പറ്റും. അതല്ലെങ്കിൽ നമുക്ക് അളവെടുത്തിട്ട് ഓരോരോ അളവെടുത്തിട്ട് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇനി ഇത് നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം. നമ്മൾ വരച്ച വരയിലൂടെ തന്നെ കട്ട് ചെയ്ത് കൊടുത്തിട്ട് കറക്റ്റായിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ആവശ്യമുള്ളത് അലാസ്റ്റിക് വെക്കാൻ വേണ്ടിയിട്ട് മുകളിലോട്ട് ഒരു 2 ഇഞ്ച് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ 2 ഇഞ്ച് കിട്ടണമെങ്കിൽ നമ്മൾക്ക് 4 ഇഞ്ച് കൊടുക്കണം. അങ്ങനെ ആകുമ്പോഴാണ് നമുക്ക് അതിലോട്ട് സ്റ്റിച്ച് ചെയ്ത്, അതായത് 1.5 ഇഞ്ചിൻ്റെ അലാസ്റ്റിക്കാണ് നമുക്ക് ഉള്ളത്. അപ്പോൾ 1/2 ഇഞ്ച് നമുക്ക് അതിനോട് ജോയിൻ ചെയ്യാനും വേണം, 1/2 ഇഞ്ച് മടക്കി തയ്ക്കാനും വേണം. അപ്പോൾ 4 ഇഞ്ച് അളവിൽ നമുക്ക് കൊടുക്കാം. ഞാൻ പറഞ്ഞല്ലോ 2 പാൻറ്റിനുള്ളതാണ് എന്നുള്ളത്, അതുകൊണ്ടാണ് ഇങ്ങനെ 4 പീസ് ഒപ്പം വെച്ചിട്ട് വെട്ടുന്നത്. അപ്പോൾ ഇനി അളവെടുത്ത് 4 ഇഞ്ച് 4 ഇഞ്ച് അങ്ങനെ കൊടുത്തിട്ട് നമുക്ക് സ്ട്രൈറ്റനായിട്ട് വരച്ച് ജോയിൻ ചെയ്ത് കൊടുക്കാം. എത്ര ലെങ്ത്താണ് വേണ്ടതെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ അരഭാഗത്ത് എത്ര വീതി എന്ന് നമുക്ക് നോക്കാം. നമ്മൾ കട്ട് ചെയ്ത പാൻറ്റിൻ്റെ നല്ലൊരു ഭാഗമാണല്ലോ. അപ്പോൾ അത് നമുക്ക് കറക്റ്റ് ചെയ്ത് എത്രയാണ് നോക്കാം. അപ്പോൾ അത് 11.5 ഇഞ്ചാണ്. അപ്പോൾ 11.5 23 ഇഞ്ച്. 23ക്ക് ഒരു 2-3 ഇഞ്ച് കൂട്ടിയെടുത്താൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ നമുക്ക് വേണമെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ടുണ്ടെങ്കിലും പ്രശ്നമില്ല. അപ്പോൾ ആ ഒരു ലെവലിലേക്ക് നമുക്ക് ലെങ്ത്ത് ഒരു 24 ഇഞ്ച് 25 ഇഞ്ചിൽ നമുക്ക് കൊടുക്കുക. എന്നിട്ട് 4 ഇഞ്ച് വീതിയിലും ഒരു 25 ഇഞ്ച് നീളത്തിലും നമ്മൾക്ക് കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി ഞാൻ പറഞ്ഞു 2 പാൻറ്റിനുള്ളതാണ് എന്നുള്ളത്. അപ്പോൾ ഇനി നമ്മൾ അടുത്ത പാൻറ്റിനുള്ളത് വീണ്ടും അളവെടുത്ത് ചെയ്യേണ്ടതില്ല. ഞാൻ സാധാരണയായിട്ട് ചെയ്യുന്നത് 4 പീസാണ് ഒരു പാൻറ്റിന് വേണ്ടത്. അപ്പോൾ നമ്മൾ 8 പീസാക്കിയിട്ട് അങ്ങനെ ഒപ്പം വെച്ച് വെട്ടലാണ് ചെയ്യാറ് പതിവ്. പക്ഷേ ഇതിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇങ്ങനെ ചെയ്തത് കേട്ടോ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, മറ്റ് 4 പീസിൻ്റെ കൂടെ ഇതിൻ്റെ മുകളിലോട്ട് ഒരു പീസ് വെച്ച് കറക്റ്റ് ചെയ്ത് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലൂടെ അങ്ങ് വെട്ടുകയാണ് ചെയ്തത് കേട്ടോ. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്ക് കുറേ ജോലി ലാഭമായിരിക്കും. അതല്ലാതെ നമുക്ക് ഒന്ന് വെട്ടി പിന്നെ അടുത്ത അളവ് വീണ്ടും എടുക്കേണ്ട ആവശ്യമില്ല. സെയിം അളവാണ്, ഒരേ ആൾക്കുള്ളതാണ് ഈ പാൻറ്റ്. അപ്പോൾ നമുക്ക് സെയിം അളവിൽ തന്നെ അങ്ങനെ വെട്ടിയാൽ മതി. ഇനി ഞാൻ മുന്നേ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് സിഗരറ്റ് പാൻറ്റ് തയ്ക്കുമ്പോൾ ഞാനൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ നട പൊട്ടാതിരിക്കാൻ വേണ്ടിയിട്ട്
ഒരു ടിപ്സ് പറഞ്ഞു തരണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ അത് യൂണിഫോമിൽ കുട്ടികൾക്ക് അത് ചെയ്ത് കൊടുത്താൽ അവർ ഇപ്പോൾ അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിരിക്കും അവരുടെ ഇരുത്തവും ഒക്കെ. അപ്പോൾ വേഗത്തിൽ നട പൊട്ടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അത് പൊട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ഐഡിയ ആണ് ഇത്, നമ്മുടെ നടയിൽ ഒരു തുണി വെച്ച് കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ അത് എങ്ങനെയെങ്കിലും വെച്ച് കൊടുത്താൽ നമുക്കതൊരു കറക്റ്റ് ഇത് കിട്ടില്ല, ഒരു കംഫർട്ടബിളായിട്ട് നിൽക്കില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ഷേപ്പ് വേണം. ആ ഷേപ്പിന് വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ഇതൊരു സ്ട്രൈറ്റാനായിട്ട്, അതായത് എനിക്കിപ്പോൾ 2 പാൻറ്റിനുള്ളത് കൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, നമുക്ക് 2 പീസാണ് വേണ്ടത് ശരിക്കും. അപ്പോൾ 2 പീസ് മടക്കി വെച്ച് അങ്ങനെ 4 മടക്കുന്നതാണ് വേണ്ടത്. പക്ഷേ ഇപ്പോൾ ഇവിടെ ഞാൻ എടുത്തിട്ടുള്ളത് 8 പീസാണ്, 8 ആയിട്ടാണ് മടക്കിയിട്ടുള്ളത്. അപ്പോൾ 4 മടക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഒരു പാൻറ്റല്ലേ വേണ്ടത്, അപ്പോൾ 4 മടക്കുക. 2 പീസ് എടുത്തിട്ട് 4 മടക്കുക. 2 ഇഞ്ച് മുകളിലോട്ടും മുകളിലെ വീതിയും താഴേക്ക് 1/2 ഇഞ്ച് വീതിയും, പിന്നെ മുകളിൽ നിന്ന് താഴോട്ടുള്ള ലെങ്ത്ത് എന്ന് പറയുന്നത് 10 ഇഞ്ച് കേട്ടോ. എന്നിട്ട് ജോയിൻ ചെയ്തിട്ട് വരക്കുക. എന്നിട്ട് ഞാൻ അതവിടെ കട്ട് ചെയ്ത് കൊടുക്കുക. ഇനി സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോയിൽ അത് കറക്റ്റായിട്ട് പറഞ്ഞു തരണ്ട്, എങ്ങനെയാണ് അത് അടിക്കേണ്ടത്, നടഭാഗത്ത് എങ്ങനെയാണ് അടിക്കേണ്ടത് എന്നുള്ളത് പറയാം. ഇങ്ങനെ കട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നമുക്ക് പിൻ ചെയ്തിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഒരിക്കലും അളവ് തെറ്റില്ല. വീണ്ടും പറയുകയാണ്, അളവ് തെറ്റാതെ ഇങ്ങനെ കൊടുക്കണം. അതല്ലെങ്കിൽ നമ്മൾ അടിക്കുമ്പോൾ എങ്ങനെ ആയാലും ഇതാവും. ഇപ്പോൾ 2 പീസ് ഒരു പാൻറ്റിനും 2 പീസ് മറ്റു പാൻറ്റിനും, അങ്ങനെ 4 പീസാണ് ഞാനിവിടെ എനിക്ക് കിട്ടിയിട്ടുള്ളത്. അതായത് മുൻവശത്തെ ഇതിന് 1, ബാക്ക് വശത്തിന് 1, അങ്ങനെയാണ് കേട്ടോ. ഇതിപ്പോൾ കട്ട് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സ്ലീവിന്, അതായത് ചുരിദാർ ടോപ്പിൻ്റെ സ്ലീവിന് വേണ്ടിയിട്ടാണ് 1.5 ഇഞ്ച് അളവിൽ വെട്ടുന്നത്, കയ്യിന് വെക്കാൻ വേണ്ടിയിട്ട്, താഴെ വെക്കാൻ വേണ്ടിയിട്ട്. അത് ടോപ്പ് കാണുമ്പോൾ ചുരിദാറിൻ്റെ ടോപ്പ് അടിക്കണ വീഡിയോസ് കണ്ടാൽ മനസ്സിലാവും ഇതെന്തിനായിരുന്നു എന്നുള്ളത് കേട്ടോ. ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യാം. വീഡിയോ നിങ്ങൾക്ക് ഉപകാരമുണ്ടെങ്കിൽ അത് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എന്നെ സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ, താങ്ക് യു.